സർക്കാർ പുനരധിവാസ പദ്ധതികളിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരിൽ പകുതിയിലധികവും തൃപ്തരെന്ന് ന്യൂസ് മലയാളം സർവേ. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന് ഭൂരിപക്ഷവും പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്ന് ഏതാണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി. സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകുന്ന വീട് തെരഞ്ഞെടുത്തവർ തീരുമാനം ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂസ് മലയാളം റിപ്പോർട്ടർമാരുടെ സംഘം ദുരന്തബാധിതരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് തയ്യാറാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൽ സർക്കാർ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടെ 402 പേരെ വിളിച്ച് പദ്ധതി പുരോഗതിയിലുള്ള അഭിപ്രായ സർവേ ഫലം പുറത്തുവിടുകയാണ് ഇതാ ന്യൂസ് മലയാളം. ന്യൂസ് മലയാളം ചാനൽ വിളിക്കുന്നതാണ്. നൗഷിബയുടെ നമ്പർ അല്ലേ ഇത്? ഹലോ, ഈ സ്റ്റീഫനാന്റെ നമ്പർ അല്ലേ ഇത്? എന്റെ കയ്യിൽ ഒരു 4 ചോദ്യമുണ്ട്, ചോദിച്ചോട്ടെ. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയിലുള്ള 402 ആളുകളിൽ 329 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. വയനാട് ദുരന്ത പുനരധിവാസ പദ്ധതിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ 56.83% തൃപ്തരാണ്. 11.85% ആളുകൾ ഭാഗികമായി തൃപ്തി രേഖപ്പെടുത്തി. മറിച്ച് അഭിപ്രായമുള്ളവർ 31.31%. 300 രൂപ ദിവസഭത്തയടക്കം സർക്കാർ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ ഒട്ടുമിക്കവരുടെയും കൈകളിലെത്തി. 88.75% ദുരന്തബാധിതരും സഹായം ലഭിച്ചതായി വ്യക്തമാക്കി. കിട്ടാത്തവർ 11.24%. ഉരുൾപൊട്ടൽ ബാധിതർക്കായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് നിർമ്മാണം സമയബന്ധിതമായി തീരുമെന്നതിൽ 68% പേർക്കും പ്രതീക്ഷയില്ല. 23% പേർ മാത്രമേ സർക്കാർ ജനുവരിയിൽ വീടുകൾ കൈമാറുമെന്ന പ്രതീക്ഷ വയ്ക്കുന്നുള്ളൂ. 8%-ലേറെ പേർ അറിയില്ലെന്ന് പറഞ്ഞു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരായ സംസ്ഥാന സർക്കാർ വിമർശനം സർവേയും ശരിവെക്കുന്നു. ദുരന്തബാധിതരെ കേന്ദ്രം അനുഭാവപൂർവ്വം പരിഗണിച്ചില്ലെന്ന് 80.24% അഭിപ്രായപ്പെട്ടു. 11.24% മാത്രമാണ് കേന്ദ്രത്തെ അനുകൂലിച്ചത്. ശേഷിക്കുന്നവർക്ക് ഇതേക്കുറിച്ച് അറിയില്ല. സർക്കാർ ടൗൺഷിപ്പിന് പകരം പുറത്ത് വീട് വാങ്ങാനുള്ള തീരുമാനമെടുത്തവരിൽ ഏതാണ്ട് എല്ലാവരും തീരുമാനം ശരിയായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. ഇവരിൽ 5.4% ഗുണഭോക്താക്കളെ തീരുമാനം തെറ്റിയെന്ന് ചിന്തിക്കുന്നുള്ളൂ. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് പ്രതീക്ഷിച്ച വേഗം കൈവന്നിട്ടില്ലെന്ന സർവേ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ കണക്ക്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നടന്നത്. ഇവർക്കായി നാടൊന്നാകെ കൈകോർക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ന്യൂസ് മലയാളം സർവേ നടത്തിയത്. ഗുണഭോക്തൃ പട്ടികയിലുള്ള ഭൂരിഭാഗം പേരും തൃപ്തി രേഖപ്പെടുത്തുമ്പോൾ പട്ടികയ്ക്ക് പുറത്തുള്ള നിരവധി ആളുകൾ പരാതികളുമായി രംഗത്തുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം.